ക്ലിപ്സ് ബേബി. ഡിസ്കൗണ്ട് അല്ലടാ, ഡിസ്കോഡ്. ऐसे कैसे സൗറ റിയാക്ഷൻ ക്ലിപ്സ്. ഗൈസ്, റിയാക്ഷൻ ക്ലിപ്സിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സൂര്യല്ലത് സൂര്യ നല്ല ഭംഗിയുണ്ടല്ലടാ. ഈ പെണ്ണ് എങ്ങനെയുണ്ട് ഇവളറിയോ? ഇത് ലാസ്റ്റ് ലൈവ് കണ്ടില്ല? നമ്മളെ ലാസ്റ്റ് നീ ഒരു കുട്ടിയോട് ഇങ്ങനെ നിന്ന് നമ്മളെ ആക്ടിങ് ഒക്കെ ചെയ്ത സൂര്യ നല്ല ഭംഗിയില്ലേ? സൂര്യക്ക് പെങ്ങളുണ്ടോ? അതെന്താ? ഇല്ല, സൂര്യ ഒറ്റ മോളാ. അതെന്താ സൂര്യക്ക് പെങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്? സൂര്യ ഉണ്ടല്ലോ. സൂര്യക്ക് കൂട്ടുകാരികളുണ്ടോ? അല്ല, സൂര്യ എന്താ? അല്ല, അങ്ങനെ സൂര്യനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സൂര്യക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ലല്ലോ. സൂര്യയുടെ കൂട്ടുകാരിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യ കണക്ഷൻ നോക്കിട്ട് എടുക്കുവാളാ. സൂര്യ ഇസ് എ വെരി ഗുഡ് ഗേൾ. വെരി തുപ്പിയൻ സൂര്യ വെരി ഗുഡ് മാച്ച് എന്നോ? ഇത് ആരാണ് ഇത്? ഐ ലവ് മമ്മു ലിപ്സ് എന്ന് പറഞ്ഞ എടുത്തിട്ട് അതിന്റെ ഡി പി നോക്കിയേ. ഇതിന്റെ ഡി പി സായി പിഷു എന്താ? സായി പിഷു എന്താ? ചാറ്റ് ഫോൺ മോസ്റ്റ് ഉണ്ടോ? ആര്? ഞാൻ കണ്ടു 16 Pro Max അമ്പലപ്പറമ്പെന്ന് അയ്യാറിലേതാ? കേശുല്ലേ മോനെ? കേശുവിന്റെ കയ്യിൽ കൊടുത്തു വിട്ട്. എങ്ങനെ ഇത് എങ്ങനെ അറിഞ്ഞു? മീൻസ് ഫോണ് പോയിട്ട് പരിപാടി കഴിഞ്ഞ് വന്നപ്പോ വണ്ടിയില് ഫോണില്ല. അല്ല, എങ്ങനെ വീഡിയോ ഇട്ടോ? ഫോണ് പോയി ആണോ? ഇതെന്താ സായിപ്പിന്റെ ഈ അടുത്ത് എന്തോ കടലിൽ പോയിട്ടില്ലേ ഫോണ്? അല്ല, ഇതെന്താ ഇവന്റെ എപ്പോ ഇങ്ങനെ അവിടെ പോയാലെന്താ ഇങ്ങനെ ഫോൺ മറ്റേ ഫോണ് മാറ്റി വെച്ച് കല്ലാക്കിയത്? ഫോണിലെന്തോ ഷാബുണ്ട്, ഫോൺ ഷാബുണ്ട്, ഐഫോൺ ഷാബ്. എന്ത് വാട്ട് വിക്കിനോ അതിൽ? എന്ത് വാട്ട് വിക്കിനോ അതിൽ മനസ്സിലായില്ല. സായിപ്പിച്ചു സാഹിബിന്റെ വീഡിയോ നോക്ക്. സാഹിബിന്റെ വീഡിയോ നോക്കട്ടെ. ഇതിലല്ല, പേജിലിട്ടില്ല. ഞാൻ വേറെന്തിലോ കണ്ട റീല് സ്ക്രോൾ പറഞ്ഞു. സ്റ്റോറി അല്ല, ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ കണ്ടു. എന്റെ മോന്റെ കയ്യിൽ നിന്ന് കേശുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ പോയി എന്ന് പറഞ്ഞിട്ട്. കേശുവിന്റെ കയ്യിന്നോ? ചെറുതിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയോ? ചെറുതിന്റെ കയ്യിൽ നിന്ന് പോയതാ. കേശു അല്ലടാ, കാശി. മീൻസ് ചെറുതിന്റെ ഫോൺ കൊടുത്തിരുന്ന തട്ടിപ്പറിച്ചോണ്ട് പോയോ? കാറിൽ വെച്ചിട്ട് അമ്പലത്തിൽ പോയതാ. ഞാൻ ഫുള്ള് കണ്ടില്ല. ഞാൻ കാശിന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്തെല്ലാം പറയുന്നല്ലേ? ഷമീർ സൈഡായി എന്ന് പറയുന്നുണ്ട്. ചാറ്റ് ഷമീർ സൈഡാന്ന് പറയുന്നുണ്ട്. അടി, ഇതില് വീഡിയോ ഇല്ലടാ. ഇവന്റെ അക്കൗണ്ടിൽ ഇവൻ വീഡിയോ ഇട്ടിട്ടില്ല. സ്റ്റോറി ഇട്ടതായിരിക്കും. ആരെങ്കിലും വീഡിയോ കിട്ടിയാ എടുത്ത് ഡിസ്കൗണ്ടിലിട്. ഓക്കെ, ഡിസ്കൗണ്ട് റിയാക്ഷൻ ക്ലിപ്സ് റിയാക്ട് ചെയ്യാം. വിക്കി ഇപ്പോൾ റിയാക്ടിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ സ്ട്രീം കണ്ടില്ല? മമ്മൂ റാമും കൂട്ടി ഇറങ്ങിയല്ലോ. ഇവന്മാർ വേഷം കെട്ടി ഇറങ്ങിയല്ലോ, വൈറലാവാൻ വേണ്ടിട്ട്. വൈറലാവാൻ വേണ്ടിട്ട് എനിക്ക് ചാറ്റ് മൊത്തം ഷമീർ വേറെ ചാറ്റ് മൊത്തം സെക്സി ആയില്ലടാ നീ. നിങ്ങൾ ഇവിടെ വന്ന് കുറെ ഷമീർ ആരാധകർ വന്ന് ഇവിടെ ഷമീർ ബി ഷമീർ കിട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാൻ. ഈ ഷമീറിന്റെ സ്ഥലമല്ല. ഇത് ഉറപ്പായിട്ട് ഇവൻ ചെയ്യിപ്പിക്കുന്നത്. He is just trying to get reach or something. ആര്? സിസേഡാസോ? ഇതെന്താ റാൻഡം കാര്യങ്ങൾ ഇവിടെ വന്നിട്ട്?
ഇതെന്താ റാൻഡം? ഇതാരാ ഡിസ്കോഡ് മോഡറേറ്റേഴ്സ് ഇതൊന്നും നോക്കുന്നില്ലേ? എന്തോ ഒരു സാധനം ഉണ്ട്, സിസാഡാസ് തൊട്ട് എന്തോ ഒരു സാധനം ഇട്ടിന്. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും. നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നു, ഞാൻ മൈൻഡ് ചെയ്തില്ല. ബാബിന്റെ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പോളജി പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോളജി ഒതുങ്ങുന്ന ഒരു ബിഗ് ബോസിനെ കുറിച്ച് 2 വാക്ക്. ഓക്കെ, ഇപ്പൊ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ബിഗ് ബോസ് സ്ക്രിപ്റ്റ് അല്ല. ബിഗ് ബോസിന്റെ പ്രത്യേകത ബിഗ് ബോസ് സ്ക്രിപ്റ്റാന്ന് റോബിൻ പറഞ്ഞു, പിന്നെ മറ്റേ അഖിൽമാർ കുറെ ആള് പറഞ്ഞല്ലോ. സ്ക്രിപ്റ്റ് അല്ല ബിഗ് ബോസിന്റെ. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബിഗ് ബോസിനകത്ത് ചെന്നതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിയുമ്പം ഇതിനകത്തുള്ള ആൾക്കാർക്ക് ഏകദേശം അതിനകത്ത് ചെന്നവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ഈ ബിഗ് ബോസിന്റെ റൈറ്റിംഗില് എനിക്ക് തോന്നുന്നു അത്രയും കിടിലൻ ടീമിനെ വെച്ച് എഴുതിയേക്കുന്നത്. ഐ മീൻ മെന്റലി ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരെ റിയലൈസ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുക. പിന്നീട് സ്ക്രിപ്റ്റ് കൊടുക്കും. അതായത് അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്നല്ല, അവർക്ക് മനസ്സിലാവും ഇന്ന ഇപ്പൊ മസ്താനിയുടെ ഗുണം കാണുമ്പോൾ തന്നെ മനസ്സിലാവും മസ്താനി ഇങ്ങനെ അവിടെ ചെന്ന് ഇവിടെ ചെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണെന്ന് അങ്ങനെ വിചാരിച്ചു. മസ്താനി അങ്ങനെ അല്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് വിചാരിച്ചോ. അപ്പം ഇതിന്റെ ബാക്കിൽ പിന്നണിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ബിഗ് ബോസിന്റെ, അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവളുടെ ഗുണം ഇങ്ങനെയാണ്, ഇവർക്ക് താണ്ടി ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർക്ക് ഗെയിം കൊടുക്കത്തില്ലേ, അതിന്റെ ഇടയിൽ തരും കൊടുക്കും. അങ്ങനല്ല, ഗെയിമിൽ കൊടുക്കത്തില്ലേ, അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നടക്കുന്നില്ല ഒരു പരിപാടി. അതെന്താ ഉറപ്പ്? പക്ഷെ കൊറേ പോയിട്ട് ഇറങ്ങിയ ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു സ്ക്രിപ്റ്റ് ആന്ന്? കൊറേ പേര് പറഞ്ഞല്ലോ. എനിക്കത് തോന്നുന്നില്ല സ്ക്രിപ്റ്റ് ആണ്. നമ്മള് ബിഗ് ബോസ് പോലത്തെ നമ്മളങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കുന്ന ആരും അറിഞ്ഞ അങ്ങനെ ഒരു പരിപാടി നീ തുടങ്ങണം എന്നുള്ളതാണ്. കാരണം നീ ബിഗ് ബോസിന്റെ വേറൊരു വെർഷൻ ഇവിടെ നടക്കുന്നത്. പിന്നെ ബിഗ് ബോസില് ഇന്ന ആൾക്കാർ വന്ന് പോകുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവിടെ എല്ലാരും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. തമ്മി തല്ലുകളില്ല, പ്രശ്നങ്ങളില്ല. ലൈവ് കഴിയുമ്പോ എങ്ങനെയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ള കേസ് അങ്ങനെ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, അത് ആൾക്കാർക്കും കൂടി സംശയം ഉണ്ടാവും. ഇവിടെ ലൈവ് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ലൈവില് നിങ്ങള് ലൈവ് അല്ലാത്ത സമയത്ത് ഇവിടെ എന്താണ് നടക്കുന്നത് അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അല്ലാണ്ട് ലൈവ് കഴിഞ്ഞിട്ട് ഇവിടെ ലൈവിന്റെ സമയത്ത് എല്ലാവരും സ്നേഹത്തിലായിട്ട് ലൈവ് കഴിഞ്ഞാൽ എല്ലാവരും അടി അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അങ്ങനത്തെ ഒരിക്കലും ഇവരിങ്ങനെ ഒരുമിച്ച് ഒത്തൊരുമയോടെ ഇരിക്കത്തില്ല. അത് നമ്മളെന്തായാലും 24 hour മാരത്തോൺ ഈ അടുത്ത് തന്നെ നടത്തും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഫുൾ ബിഗ് ബോസ് ക്യാമറകൾ നമ്മൾ വെച്ച് 24 hour അല്ല ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കാം. അതിന്റെ അത് പക്ഷേ ഭയങ്കര വലിയ പ്രൊജക്റ്റാ, ചെറിയ പ്രൊജക്റ്റ് അല്ല. അതിന് കുറെ ഇൻവെസ്റ്റേഴ്സും സ്പോൺസേഴ്സും എല്ലാം ഉണ്ട്. അതിന്റെ കുറെ ആൾക്കാരോട് ഞാൻ സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നെയും കേട്ടണേ. പിന്നെ നീ ഉണ്ട്, പിന്നെ അല്ല ഇവിടെ ഇതുവരെ ലൈവിൽ വന്ന എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ജാക്ക് ചെക്ക് വിക്കി മമ്മുവിന്റെ കുളിസീൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ അത് ഞാൻ കണ്ടില്ലല്ലോ. അത് ശരി, അത് ഇത് കഴിഞ്ഞിട്ട് നോക്കി ഇത് കാണട്ടെ. ബാബിന്റെ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പോളജി പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പോളജിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല. സോറി പറഞ്ഞ ഒതുങ്ങുന്ന എന്റെ ക്യാരക്ടറിനെ മോറലി ഡൗൺ ആയിട്ട് കാണിക്കാൻ വേണ്ടി യു സ്റ്റാമ്പ് ഓൺ മൈ ക്യാരക്ടർ. മനസ്സിലായി? ആ ക്യാരക്ടർ ഞാൻ അത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. യു ആർ എ ജഡ്ജ്മെന്റൽ പേഴ്സൺ, യു ഹേറ്റ് മെൻ, മിസാൻഡ്രിസ്റ്റ് ആണ് നിങ്ങൾ. ഈ കാര്യം ഞാൻ അവിടെ തെളിയിക്കും. അതിനുശേഷം നമുക്ക് അപ്പോളജിനെ പറ്റി സംസാരിക്കാം. മാത്രമല്ല വേറെ ഐ ഡോണ്ട് നീഡ് യുവർ അപ്പോളജി. എനിക്ക് നിങ്ങളുടെ അപ്പോളജി ആവശ്യമില്ല. ഐ ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. കാരണം എന്താ വെച്ചാൽ ഇതേവരെ 42 years ഓഫ് മൈ ലൈഫ് എല്ലാ വുമൺ ഹൂസ് അറൌണ്ട് മീ ഇസ് സേഫ്. ആൻഡ് ഞാൻ ചെയ്യുന്ന എന്റെ കരിയറിൽ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. അതേപോലത്തെ ഒരാള് ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ജഡ്ജ്മെന്റിൽ വീഴില്ല. ഇഫ് യു തിങ്ക് യു കൻ മെന്റലി ബ്രേക്ക് മീ, യു കൻ നോട്ട്. എന്താ കേട്ടത്? അയാളത് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അയാൾ ഇമോഷണലി ഭയങ്കരമായിട്ട് അയാളെ വീക്ക് ആക്കാൻ ആ പെൺകുട്ടി നോക്കി. ആ കൊച്ചു കാണിച്ചത് മസ്താനിയല്ല, ഈ പെൺകുട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കേസ് പറയട്ടെ, നിങ്ങൾ ഈ വിഷയം കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഈ ഒരു പരാതി കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അറസ്റ്റിലാവും. പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോ? അവള് കാണാത്തൊരു വിഷയത്തിൽ ഇപ്പം അയാൾ വീഴാൻ എന്തോ പോയി, വീഴാൻ പോണ പിന്നെ മട്ടാനിയെ കേണി പിണിച്ചു. വീഴാൻ പോകുമ്പോ
പോകുമ്പോ എവിടെ ഇന്ന സ്ഥലം നോക്കി പിടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, കിട്ടുന്നിടത്തല്ലേ പിടിക്കാൻ പറ്റൂ. അവിടെ പിടിച്ചു എന്നാ അവളെ അയാൾ അറിയാതെ വീടാന്ന് ഇങ്ങനെ പിടിച്ചടാ. ആ പിടിച്ച സമയത്ത് അവൾക്ക് കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ പിടിച്ചതിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞു. അത് ഏതാ ഒരുത്തിയോട് പറഞ്ഞു. അവളാണെങ്കിൽ ഏരിയ പറയാന്നറിയാതെ നേരെ അവിടെ പോയിട്ട്, അതായത് വേടന്റെ 2021 ഉള്ളത് 2025 പൊങ്ങി അങ്ങനെ നിങ്ങൾക്ക് ഈ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ പറയണം. നിങ്ങൾ അന്നേരം ചിരിച്ചിട്ട് നിങ്ങൾ പിന്നീട് പോയിട്ട് നിങ്ങളുടെ എന്ത് സംഭവിച്ചു? ഞാൻ ഇതിപ്പോ കാണല്ലേ, ഈ ബിഗ് ബോസ് കാണല്ല, എന്താണ് നടക്കുന്നത്? സംഭവിക്കാൻ എന്താണ്, അതൊരു ഫേക്ക് ആണെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് പിന്നെ അതിനകത്ത് മേ ബി കാണുന്നുണ്ട്. ആ വീഡിയോ ഓപ്പണാക്കി ഇതിലുണ്ടോ? ഭാവിയുടെ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ മുകളിൽ കാണുന്ന വീഡിയോ അപ്പോളജി പറഞ്ഞിട്ട് കാര്യമല്ലോ, അപ്പോളജിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ലോ. സോറി പറഞ്ഞാൽ ഒതുങ്ങുന്ന ഈ ബോർഡിന് കാല് തട്ടിയിട്ട് എന്റെ ക്യാരക്ടറിനെ മോറലി ഡൗൺ ആയിട്ട് കാണിക്കാൻ വേണ്ടി യു സ്റ്റാമ്പ് ഓൺ മൈ ക്യാരക്ടർ. മനസ്സിലായി? ആ ക്യാരക്ടറിന് എന്നിട്ട് ഓള് ഫേക്ക് അക്യൂസേഷൻ നടത്തി. അവള് പറഞ്ഞു അവളെ മനഃപൂർവ്വം അവൾക്കത് ഫീൽ ചെയ്തത് ഭയങ്കര ബാഡ് ആയിട്ടാണ് തോന്നുന്നു. ഒരാള് താഴോട്ട് വീഴുമ്പോ ഇന്ന സ്ഥലം നോക്കി പിടിക്കാൻ പറ്റത്തില്ലല്ലേ, എവിടെയെങ്കിലും ഒന്ന് പിടിക്കുക, അതല്ലേ മോനെ. ഇത് പുറത്തായിരുന്നെങ്കിലും അളിയാ, പിന്നെ ആണുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായത്. അതെ, ഇത് ഇവന്മാർ, ഞാൻ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി ഒരു പെണ്ണിന് കൈവല ഞാൻ കൊടുക്കൂലല്ലോ, എനിക്ക് പേടിയല്ലേ. ഇവന്മാർ നാളെ പോയി എന്തെല്ലാം പറയാന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരാൻ 2-3 വർഷം എടുക്കും. പിന്നെ അതുവരെ നമ്മൾ മൂഞ്ചു കുറ്റക്കാരാ. സീന ഷൈൻ ടോമിന്റെ കേസ് തന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ആ കേസ് മാറി. 10 വർഷം അയാൾ ആ കേസിനകത്തെ കുറ്റം ആരോപിക്കപ്പെട്ട ആളാണ്. ഇങ്ങനെ അനുഭവിച്ച് ഉള്ളി കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. എത്രയോ ഈ കാര്യത്തിൽ ആരും കാണാൻ പറ്റേ, പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഇതാവുന്നത് ഈ എന്താ പറയാ വിക്ടിം ആവുന്നത് ആണുങ്ങളാണ് ഈ കാര്യത്തിൽ. ഞാൻ കാര്യം പറയില്ല, അത്രയും ആൾക്കാർ ഈ ഇതിൽ കുടുങ്ങി പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പുരുഷന്മാർക്ക് ഒരു കൂട്ടായ്മ രാഹുൽ ഈശ്വരി നടത്തിയതിനകത്ത് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ വന്നത്. കോപ്പിറൈറ്റ് വന്നാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കും. കോപ്പിറൈറ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞാണല്ലോ ഈ മോഡറേറ്റേഴ്സിനോട്. ഇല്ലടാ, ഇതിൽ കോപ്പിറൈറ്റ് കിട്ടൂല ചിലപ്പോൾ. ഇതിങ്ങനെ ഈ സെന്റർ ക്രോപ്പ് ആയിക്കൊണ്ട് ചിലപ്പോൾ കിട്ടൂല. എന്തെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് അവന് ഇടൂല ഇത് എന്തെങ്കിലും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒറിജിനൽ വീഡിയോ ഇങ്ങനെ ആയിരിക്കുമല്ലോ, നേരെ മിറർ ചെയ്തിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവും. മിറർ ചെയ്തായിരിക്കും. അല്ലാണ്ട് അവനെ ഇടൂല, അല്ലാണ്ട് ഇവിടെ വെക്കാൻ സമ്മതിക്കൂല. മനസ്സിലായി? ആരെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ മോഡറേറ്റേഴ്സ് അത് നോക്കി റിമൂവ് ചെയ്യും, കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ. എന്തെങ്കിലും കാണാണ്ട് അവൻ അത് അവിടെ വെക്കൂല. ഉബൈദ് യൂസഫ് ചെക്ക് എന്നാ. ഉബൈദ് യൂസഫ് എന്താ കേട്ടാ? തൊപ്പി പ്ലീസ് പ്ലേ MRG സോങ്. ചെയ്ത ആൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലീസ്. MRG സോങ് ചെയ്ത ആൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായില്ല? MRG സോങ് എന്താ? ഒരു സെക്കൻഡ്, യൂട്യൂബിൽ അടിച്ചു നോക്കി. MRG സോങ്ങോ? എടാ നീ ഒറ്റക്ക് വന്ന പുറത്താരെല്ലാം ഉണ്ടോ? ഇല്ലല്ലോ, ഒറ്റക്കല്ല. MRG സോങ് അടിക്കുമ്പോൾ സാമ്പാറാണ് വരുന്നത്. ഇനി മോനെ, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ MRG സോങ് അടിച്ച ഒരു സാധനം വരും. ഞാൻ അറിഞ്ഞു ഒരു സാധനം വരുന്നുണ്ട്. എങ്ങനെ? അത് കേട്ട ആൾക്കാർ പറഞ്ഞത് ഭയങ്കര രസമാണ് പാട്ട് കേൾക്കുന്നത്. അതെന്താണെങ്കിലും അത് പറഞ്ഞ ആൾക്കാർ ഈ മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്ന അത്യാവശ്യം നല്ല ടീമാണ്. അവരങ്ങനെ ചുമ്മാ കൊള്ളാമെന്ന് പറയത്തില്ല, ആൾക്കാരുണ്ട്. MRG ഗാങ് ഒഫീഷ്യൽ മലയാളം റാപ്പ് സോങ്. ഓക്കെ, I rap the best, not driven by the kill. Let's play sound in the field, black and shine. Name sticker, MRZ, copy big maker, chitum crew, holding view straight. Anthem, copy gang, my mercy gang, flow is like Bible bang, unity chain, that is slang. Namala bold, full street gang, cycle life, Michael fire, game and rhyme, voice quiet, Camille crying, natural hope. No number in board, get free scope, or get out. In the stream, I set the money, copy mode on mindful load. Mobile screen, web can glow, yan in a life, cloudy flow, Michael Kale, tiger active, I'm a political check, reactive, for the gamer, video maker, I'm number level breaker, എല്ലാം പറഞ്ഞ് നിങ്ങൾ കേട്ടു ഫിൽമം നാലും നമ്മളെ വളർത്തു. ഈ സ്ട്രീമർ മൈനർ ഡ്രീമർ ഒന്നും പോൽവില ജസ്റ്റ് ഒരു ടീമർ. പാടം റൈം ഹസൽ പ്രൈം ഞങ്ങൾ ഷൈൻ, അത് എൻ്റെ നെക്സ്റ്റ് സ്ട്രീം ഫുൾ എനർജി വൈബ്. ഞാനൊരു ഗ്രൈൻഡർ അറിയ ഗ്രൈൻഡ് മച്ചാൻ മോറൽ തോന്നെ ഇഗ്നോർ നല്ല കണ്ടന്റ് നമ്മൾ ഹാർഡ്കോർ എസ്കേപ്പ് സ്മൈൽ സ്കോർ കൈയിൽ ലോട്ടപ്പെട്ട വ്യൂസ് ഓരോ ട്രയൽ വേറെ ബുദ്ധി ഡിറ്റർമിനേഷൻ ബാക്കിൽ പറയാം മോട്ടിവേഷൻ. ഇതാ നിന്റെ ഫൈറ്റ്, നിന്റെ പാഷൻ, നിന്റെ കളി, നിന്റെ ആക്ഷൻ. ആരും നിന്നെ നിർത്താനാവില്ല, തൊട്ടിമോട്ട് പൊളിയാൻ പോകുന്നു. ഈ സ്ട്രീമർ never sleep but day or night. ഞാനൊരു ഡ്രീമർ, നടത്തും vibe, കേരള hype. Stream on life that rhyme, stream I dream I am. തൊപ്പി കയ്യിൽ fight, നിന്റെ phone chain, that is slang. നമ്മളാ bold full street gang, cycle life, Michael fire, gain a light, voice quiet. നല്ല കൊള്ളാം, പക്ഷെ വരികളൊന്നും മനസ്സിലാവുന്നില്ല.
നിദ ഫ്രം ഇന്ത്യ ചെക്ക് ചെക്ക് ചെക്ക്. മറ്റേ ഇതല്ലേ ഏത്? അല്ല അത് ഫിദ ഷെറിൻ. ഫിദ ഷെറിൻ അങ്ങനെ എന്താ കുത്തിത്തിരിപ്പ്. ബ്രോ ആരും MRC ഗ്യാങ് സോങ് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്യുന്ന MRC ജാസിക്ക് അയച്ചിട്ടുണ്ട് എന്ന് MRC ജാസിക്ക് അയച്ചെന്ന് പറഞ്ഞു. ഇതന്നെയാ അപ്പം ഇതന്നെയാന്ന് നോക്കിയ ചാനൽ പറഞ്ഞ് ചെക്കൗട്ട് 8 വരും. കഷ്ടപ്പെട്ട് കാണും. ആടാ ഇതന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കട്ടെ. ഇതാണെങ്കിൽ നോ ഇതല്ലേ അപ്പോ നോ മുനൂസ് ഐസ് എന്ന് പറഞ്ഞിട്ട് ഇതാര് സായ മുനൂസ് ഐസ് എന്ന് പറയുന്നുണ്ട്. നോക്ക് ആരാ സായ സപ്നെ സായ ദിൽനെ. ഇതിന്റെ മോന്തമൊക്കെ കണ്ടപ്പോഴേക്ക് ഞാൻ കണ്ണു തുറന്നു വെക്കുക. എന്റെ കണ്ണിനെയും ഇപ്പോഴും ഉണ്ടായിരുന്നല്ലോ. ഇത് ഫേക്ക് ഒന്നല്ല. ഇത് ഫേക്കാ? കണ്ടറിയത്തില്ല, ഫേക്ക് അല്ല. നീറ്റ് കൊച്ചടാ. ആടാ ക്ലിയർ ഇല്ല. എന്താ പറഞ്ഞ മുനുവിന്റെ ഐസ് എന്ന് പറഞ്ഞിട്ട് മുനു ചെലവുണ്ട് മന്തി തുടങ്ങി മന്തി. എന്തായാലും മുനുവിന് പെണ്ണ് കിട്ടാനായില്ലേ? മുനുവിന് പെണ്ണ് കെട്ടേണ്ട സമയം കഴിഞ്ഞില്ല. അല്ല അപ്പൊ ഒരു ഫയല് കണ്ട് എവിടെ അല്ല അവിടെ ഒരു 10 അവിടെ വിക്കിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. വിക്കിക്ക് പോകണം. അപ്പൊ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വിക്കി പോകും. അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ട് പറഞ്ഞോ. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോ. വളരെ ബിസി മാൻ, പണ്ടത്തെ പോലെ അല്ല. അങ്ങനെയൊന്നുമില്ല. ജാസി ചെക്ക് ഞാനേ അതിലൊരു ഫയല് കണ്ട ആ ഫയൽ അയച്ചിട്ടുണ്ട്. ഏതിലേക്ക് അയച്ചു? പിന്നെ വാട്സപ്പില്. ഓക്കെ ഞാൻ റിയാക്ട് ചെയ്യാം ഞാൻ കുറച്ച് റിയാക്ട് ചെയ്യാം. എന്തായാലും വിക്കി കുറച്ച് സമയം കൂടെ ഉള്ളു. അപ്പൊ താങ്ക് യു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് നടന്ന കാര്യം ഉണ്ടല്ലോ, ഒരു പെണ്ണ് മെസ്സേജ് അയച്ചാൽ. ഇനിയിപ്പോ താങ്ക് യു നമ്മളെന്താ ചെയ്തോണ്ട് നമ്മള് റിയാക്ഷൻ. എടാ ഇവനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞേ. ആരെ കുറിച്ച്? ഇവനെ കുറിച്ച് എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളിയാ. ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ. പെമ്പിള്ളേർ മൊത്തം ഇവനെ വെക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നല്ല സമയമാകുമ്പോഴത്തേക്ക് നീ മോഡലിംഗിലോട്ട് ഇറങ്ങണം. അല്ല ഇവ മോഡലാ. മോഡലിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള സാധനം ഉണ്ട്. ഇവൻ കുറച്ചുകൂടെ കഴിയുമ്പോ റെഡി പയ്യനാവും. ഇപ്പൊ എത്ര വയസ്സുണ്ട്? വന്നില്ല. എന്താ ആണോ? എനിവേസ് ചാറ്റ് കസോൾ പ്രോപ്പർട്ടി വിക്കി എന്ന് ചോദിക്കുന്നുണ്ട്. കസോളിൽ പ്രോപ്പർട്ടി എടുത്തോ നീ? കസോളിൽ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. 1 അല്ല 5 എണ്ണം. റിച്ച് മാൻ അല്ല, നമ്മളെ കൂടെ 2-3 ആൾക്കാരോടുണ്ട്. പക്ഷെ ഗംഭീരമാണ്. ഇപ്പൊ റോഡില്ല, അങ്ങോട്ട് പോകണ്ട. അതെന്താ? അവിടെ കളിയാ കല്ലും മണ്ണും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. മലയൊക്കെ മേളിൽ നിന്ന് തലേ വന്നാ വീഴുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ കൊണ്ടുപോകാം. വിക്കി ബ്രോ മെച്യൂർഡ് ആയാലോ? അല്ല വേണ്ടടാ, ഞാൻ ഇങ്ങനെ പഴയ കണക്കാണ് പെണ്ണും കിട്ടാതെ. ചക്കരം പെണ്ണ് കിട്ടണ്ടേടാ. എന്താടാ ഓക്കെ. എന്തായാലും വിക്കിന് കുറച്ച് സമയം കൂടെ ഉള്ളു. അതിന് ഉള്ളിൽ അവസാനമായിട്ട് നമുക്ക് ഫ്രീ സ്റ്റൈലിലേക്ക് കടക്കാൻ തോന്നല്ല. ഫ്രീ സ്റ്റൈൽ നമുക്ക് തെറിയില്ലാണ്ടൊരു